ഞാൻ ചോദിക്കട്ടെ, ഇതുകൊണ്ട് വല്ലതും കാര്യമുണ്ടോ ടോമേട്ടാ? കൃഷിക്കാരനോ അല്ലെ പറമ്പുകാരനോ ആണിനെ വിറ്റാലും പെണ്ണിനെ വിറ്റാലും ഈ ടേപ്പും കൊണ്ട് പിടിച്ചാൽ അവൻ അതിന്റെ കുഴിക്കടി നോക്കിയിട്ട് അതിന്റെ പണിക്കൂലിയും ചെലവും കഴിഞ്ഞിട്ടുള്ള പൈസയാണ് നമുക്ക് പറഞ്ഞു കിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച കൃഷി സത്യത്തിൽ പറയും, ഞാൻ ഉദ്ദേശിച്ചത് കൃഷിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാ. ആനിയിൽ ആണും പെണ്ണും എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഞാൻ കാണിച്ചു തരാം. അത് എല്ലാവർക്കും ഒരു സംശയമുള്ള സംഭവമാണ്. പ്ലാവിന്റെ തയ്യാനെ കാണിച്ചു തരാം. 5 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ആണും പെണ്ണും ആനിൽ തിരിച്ചു തരാം. പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ കൊണ്ട്. അതിന്റെ ഒന്നാമത്തെ കാര്യം, നമ്മൾ തിരിച്ചറിയുന്ന ഒന്നാമത്തെ കാര്യം ഇലയിൽ തന്നെ കാണിക്കും. ആനിക്ക് സ്വാഭാവികതയിൽ ഇത് ഇങ്ങനൊരു വെട്ടുണ്ട്. അതാണോ പെണ്ണോ അത് പറയാം. ഇത് വെട്ടുണ്ട്. ഇതും അനത്തയ്യ, ഇതും അനത്തയ്യ. അതെ അതെ. അപ്പോൾ ഈ വെട്ട് കൂടുതലുള്ളത് ആണാഞ്ഞിലിയ. ഇതിന് കൂടുതൽ ഈ വെട്ട് കൂടുതലുണ്ട്. അത് മണ്ടയിലോട്ട് വളർന്ന് പ്രായപൂർത്തിയായി മണ്ടയിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ 1000 വിലയ്ക്ക് ഒരെണ്ണമൊക്കെ കാണുള്ളൂ. ആ രീതിയിലോട്ട് കുറഞ്ഞിരിക്കും. പിന്നെ ഇത് ജനിക്കും. ഇതുണ്ടോ, ഇതും ആനത്തയ്യ. ഇതിൽ ഒരൊറ്റ വെട്ട് പോലും ഇല്ല. കാപ്പിയില പോലെ നിൽക്കുന്നു. അപ്പോൾ ഇത് ഇലയിൽ മനസ്സിലായല്ലോ. ഫസ്റ്റിലെ ഇല ഇത് ആണാഞ്ഞിലിയായി, ഇത് പെണ്ണാഞ്ഞിലിയാ. അപ്പൊ തന്നെ ഇലയുള്ള തിരിച്ചറിവായി. ഇനി അടുത്ത ഭാഗം എന്ന് ചക്ക. ഇതിന്റെ വിള പെണ്ണാഞ്ഞിലിയുടെ ചക്കയ്ക്ക് വലിപ്പം കൂടുതലായിരിക്കും, നല്ല തുടവായിരിക്കും. അതിന്റെ ഫ്രൂട്ട്സിന്റെ അതിന്റെ അകത്തെ ദശ കൂടുതലായിരിക്കും, അതായത് എണ്ണം കൂടുതലായിരിക്കും. ഒരു ആണാഞ്ഞിലിക്ക് 500 കായ്ക്കുമ്പം ഇതിന് 2000 കായ ഉണ്ടായിരിക്കും. എപ്പോഴും കാഫലം അതെ കൂടുതലായിരിക്കും. ഏത് പെണ്ണാഞ്ഞിലിയല്. ഈ ആണാഞ്ഞിലിയുടെ കായ്ക്ക് ഒരുമാതിരി മണ്ടരത്തേങ്ങ പിടിച്ചുള്ള മടുങ്ങ് പോലെ ഇരിക്കും. കാഫലം കുറവായിരിക്കും. അതിൻ്റെ ചക്കയ്ക്ക് ചുളക്കി കട്ടി കുറവായിരിക്കും. ടേസ്റ്റ് കുറവായിരിക്കും. അത് അങ്ങനെ ഫലം അത് തന്നെ വ്യത്യാസമുണ്ട്. വരിക്കയായിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ കട്ടി കുറവായിട്ട്. മറ്റേന്ന് പറഞ്ഞാൽ നല്ല ഫ്രൂട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആയില്ലേ. ഇനി മൂന്നാമത്തെ വരുന്ന ഈ ആഞ്ഞിലിക്ക് ഒരു ട്രാൻസ്ജെൻഡർ സ്വഭാവമുണ്ട്. അതേ തന്നെ ഇപ്പൊ ഗൂഗിൾ കുറച്ച് പേര് പറയുന്നത്, ഗൂഗിൾ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം, അടിച്ചു നോക്കി കഴിയുമ്പോൾ ഈ ആണാഞ്ഞിലയും പെണ്ണാഞ്ഞിലയുടെയും ഏകത്വമായിട്ട് ഉണ്ടാകുന്നു പറഞ്ഞുണ്ട്. ഈ ആണാഞ്ഞിലേക്ക് തിരി കൂടുതലുണ്ട്. ആനിത്തിരി എന്ന് പറഞ്ഞ സംഭവം അഞ്ഞിലിത്തിരി. അത് ഉപയോഗിക്കുന്നേ. ഇത് അഞ്ഞിലിത്തിരിയാണ്. ഇത് പെണ്ണാഞ്ഞിലിയാൽ കുറവായിരിക്കും, ആണാഞ്ഞിലിയാൽ കൂടുതലായിരിക്കും. മനസ്സിലായോ? ഈ തിരിയുടെ ഉൽപാദനം ആണാഞ്ഞിലിയാൽ കൂടുതലായിരിക്കും. മൂന്നെണ്ണമായില്ലേ. പിന്നെ വരുന്നത് ഇത് പെണ്ണാഞ്ഞിലി ആയത് കാരണമാണ് ഒരു മെഴുമെഴാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഇതിലൊരു വിരിച്ചിലുണ്ട്. ഇത് കണ്ടോ, ഇത് പെണ്ണാഞ്ഞിലിയാൽ വിരിച്ചിൽ കുറവായിരിക്കും. അതായത് ഇത് എനിക്ക് കാണിച്ചു തരാം. ഇത് ഇച്ചിരി പണ്ടിൽ ചേർക്കണം. ഇത് കണ്ടോ, വിള്ളലുണ്ടോ? ഈ വിള്ളല് ആണാഞ്ഞിലിക്ക് കൂടുതലായിരിക്കും, പെണ്ണാഞ്ഞിലിക്ക് ഈ മൊരിച്ചില് കുറവായിരിക്കും. ഇവനൊരു മുതൽ നെയ്യ് വിറ്റാൽ നിൽക്കും. 3. നാലാമത്തെ ആണാഞ്ഞിലിക്ക് നല്ല കടുപ്പമായിരിക്കും, കാതലായിരിക്കും, വെള്ള കുറവായിരിക്കും. പെണ്ണാഞ്ഞിലിക്ക് കടുപ്പം കുറവായിരിക്കും, ഉള്ള കാതലെ പോലും കടുപ്പം കുറവായിരിക്കും. അത് വെള്ള കൂടുതലായിരിക്കും. നല്ലവണ്ണം വണ്ണവും വെക്കും, നീളവും വെക്കും. ആണാഞ്ഞിലി ഹൈറ്റ് കൂടുതൽ വരും, മെലിച്ചിലായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞു കേട്ടില്ല, നല്ല കല്ലൻ ആനിയാന്നൊക്കെ പറയല്ലേ റൈസ് ഉപയോഗിച്ച്. നേരെ കയറി. പക്ഷെ ഇത് രണ്ടും കായ്ക്കും എന്നുള്ളതായില്ല. അല്ല, കായ്ക്കും ഞാൻ പറഞ്ഞല്ലോ. ആണാഞ്ഞിലിയും പെണ്ണാഞ്ഞിലിയും കായ്ക്കും. ഇത് ആണാഞ്ഞിലിയാണ്. അതുകൊണ്ട് നിൽക്കുന്നുണ്ടോ? രീതി വ്യത്യാസമുണ്ട്. പിന്നെ പ്രധാനമായിട്ടും വരുമ്പം ഇത് വളർന്ന് മേളി വന്നു കഴിയുമ്പോൾ, വലുതായി കഴിയുമ്പോൾ ഈ ആഞ്ഞിലിക്ക് ഇതുപോലൊരു ഓവൽ ഷേപ്പിൽ തന്നെ നിൽക്കും. ഇതിന്റെ ഇല നോക്കുക, ഒരു വലുപ്പം കൂടിയിട്ട് ഓവലല്ലേ. ഇത് നല്ല പെണ്ണാണ് കേട്ടോ. ഓവലല്ലേ, ഒരു വട്ടയില പോലെ രീതിയിലാണ്. ടോമേട്ടൻ ഇതുകൊണ്ട് പരിപാടി എന്നോട് ചെയ്യല്. ഞാൻ എന്നാ കാണിച്ചത്? ടോമേട്ടൻ എന്നാണ് വന്നപ്പോ പറഞ്ഞില്ലേ ആണാഞ്ഞിലി ഉണ്ട് പെണ്ണാഞ്ഞിലി ഉണ്ടെന്ന്. നമ്മളൊരു 10-30 കൊല്ലമായിട്ട് ഈ ടേപ്പ് മുടിച്ചാണ് നടക്കുന്നത്. തടി ഇളക്കാനും കുറക്കാനും കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 ഇടത്തൊക്കെ ചെല്ലുമ്പോൾ ഈ വീഡിയോയും കണ്ടേച്ച് ഇവരെ പറമ്പുകാരും പറയും, അല്ലെ പണിക്കാർ പറയും അത് പെണ്ണാഞ്ഞിലിയാന്ന്. പെണ്ണാഞ്ഞിലിയാണെങ്കിൽ ഇവന്മാര് പറയും വെട്ടിയായിരുന്നു.
പീഡിപ്പിക്കുവാന്ന് പറയുന്നത്. പെണ്ണിനെ പീഡിപ്പിക്കുക. എന്ത് കഷ്ടമാണെന്ന് നോക്കിയത്. നമ്മുടെ കഞ്ഞി വീട് കൂടെ മുട്ടി. ആ വീഡിയോ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ഇപ്പൊ ലോകം മുഴുവനും ആയി. എന്നാ ചെയ്യുമെന്ന് അത്ര ഉപകാരം എല്ലാം കൊണ്ട് കിട്ടി. കിട്ടി. ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ പുറകെ നടന്നിട്ട് ഈ ആണും പെണ്ണും ഉണ്ടെന്നുള്ള വിവരം എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. മനുഷ്യരാണും പെണ്ണും ഉണ്ട്, മൃഗങ്ങളാണും പെണ്ണും ഉണ്ട്. ഈ തടിയിലാണും പെണ്ണും ഉണ്ടോ എന്നുള്ള ഇപ്പൊ ആദ്യമേ ഉള്ള ഒരു അറിവാണ്. അതേപ്പറ്റി ഒന്ന് പറയാവോ? പിന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ തടിയിൽ ആണും പെണ്ണും ഇല്ലെന്ന് ആരാ പറയുന്നത്? ആണും പെണ്ണും ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അല്ല, ഞാൻ പറഞ്ഞത് അതിനാണെങ്കിൽ ഈ പ്ലാവിനെ വരിക്കുണ്ട് കോഴയുണ്ട്. അത് ആണും പെണ്ണും ആകുന്ന എങ്ങനെയാ? ചേട്ടാ, ഏത് സൃഷ്ടിക്കും ആണും പെണ്ണും ഇല്ലാതെ നടക്കില്ല. ഏകത്വമുള്ള ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ഈ മനുഷ്യനാന്ന് പറഞ്ഞാലും കടലിൽ കിടക്കുന്ന മീനാന്ന് പറഞ്ഞാലും പൂക്കളാണ് പുഷ്പങ്ങളാണ് എല്ലാം ഏകത്വത്തിലല്ല, എല്ലാം ആണും പെണ്ണും സൃഷ്ടികളുണ്ട്. ഈ ആനി എന്ന് പറഞ്ഞ സംഭവം മൊണോക്സിസ് വർക്കമാണ്. അതായത് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ചെറിയ ടൈമല്ലേ ഉള്ളൂ, ട്രാൻസ്ജെൻഡർ സ്വഭാവം കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും സ്വഭാവം ഉൾക്കൊണ്ട് നിൽക്കുന്ന സാധനമാണ് ആനിയ. ചില വൃക്ഷങ്ങൾ പല ടൈപ്പുണ്ട്. അതായത് പെണ്ണായിട്ട് തന്നെയുള്ളതുണ്ട്, ആണായിട്ട് തന്നെയുള്ള ജാതിയൊക്കെ നമ്മൾ കാണാമല്ലോ, ആണിന്റെ പൂവായിട്ട് കണ്ടിട്ടുണ്ട് ജാതിമരമൊക്കെ. എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കലർന്നുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ സ്വഭാവമാണ് ഇവൻ കാണിക്കുന്നത്. ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു, പക്ഷെ ഇത് ഇത്രയും വിവാദമാകുമെന്ന് ഞാൻ ഓർത്തില്ല. അതിന് പിന്നെ ആണെന്ന് പറഞ്ഞ സംഭവം നമ്മൾ വരിക്കപ്പിളാവ് കൂഴപ്പിളാവ് എന്ന് പറയുന്നല്ലേ, വരിക്കാനി കൂഴാനി എന്ന് പറയല്ലേ, ആ സംഭവത്താണ് ഞാൻ ആണും പെണ്ണും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് വരിക്കയ്ക്ക് ആണും കൂഴയ്ക്ക് പെണ്ണും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, ഇതുകൊണ്ട് വല്ലതും കാര്യമുണ്ടോ ടോമേട്ടാ? കൃഷിക്കാരനോ അല്ല പറമ്പുകാരനോ ആണിനെ വിറ്റാലും പെണ്ണിനെ വിറ്റാലും ഈ ടേപ്പും കൊണ്ട് പിടിച്ചാൽ അവൻ അതിന്റെ കുഴിക്കടി നോക്കിയിട്ട് അതിന്റെ പണിക്കൂലിയും ചെലവും കഴിഞ്ഞിട്ടുള്ള പൈസയാണ് നമുക്ക് പറഞ്ഞു കിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച കൃഷി സത്യത്തിൽ പറയും, ഞാൻ ഉദ്ദേശിച്ചത് കൃഷിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാ. അതെ, ഞാൻ എന്റെ സിഗ്നലിൽ മുഴുവൻ പറഞ്ഞു തന്നത്. ഈ ശാസ്ത്രം പറയുന്നതും കറക്റ്റാണ്, അവര് പറഞ്ഞതും കറക്റ്റാണ്. ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നമ്മൾ നോക്കി ചെയ്താൽ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിരിക്കും. അതിന് കാരണം ചേർന്നാൽ പെണ്ണെന്നുള്ള വാക്ക് അത് കൂഴ ആനിയിൽ പെട്ട സംഭവം. പെണ്ണാനി കൂഴാനി ആ ഒറ്റ വാക്ക ഉപയോഗിക്കുന്നത്. അപ്പൊ പെണ്ണാനി കൂഴാനി ഒറ്റ വാക്കാണെങ്കിൽ പെട്ടെന്ന് വണ്ണിക്കും. മുന്നോട്ട് കാപിടുത്തം കൂടുതലുണ്ട്. അതല്ലേ, അപ്പൊ ഇതെല്ലാം ഞാൻ ഈ പാടുകളെല്ലാം കാണിച്ചു. അതിൽ ഇങ്ങനെയുള്ള അഫ്ലോടെക്സിൻ, ഈ പൂപ്പലുണ്ടല്ലോ, പൂപ്പലിന്റെ ശക്തി കൂടുതലാണ് ഈ അഫ്ലോടോക്സിൻ എന്ന് പറയുന്നത്. ഈ സംഭവം അത് ഓക്സിജനായിട്ട് ബന്ധപ്പെട്ട് വരാം, പിന്നീട് പറയാം, ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കി ചെയ്യാമെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും. അതാണ് കൃഷിക്കാരന് അത് മനസ്സിലാക്കിക്കോട്ടെന്ന് കരുതിയാണ്. കാരണം ഇതിന്റെ ഇലയുടെ വണ്ണം കുറവ്, മറ്റേ റൗണ്ടായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ ആവർത്തിക്കുന്നില്ല. അതനുസരിച്ച് കൃഷിക്കാരൻ അത് തിരിച്ചറിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആനയേക്കാളും വണ്ണം, അതായത് വിനോദ് ചേട്ടൻ എന്നാ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞാൽ ഒന്നും മിനിങ്ങൂന്നല്ലാതെ 100 കിലോ ആവുമോ? ഇല്ല, ആവുകയല്ലോ. ഉറപ്പാണല്ലോ. അതേസമയം ഇച്ചിരി വണ്ണമുള്ള പ്രകൃതിക്കാരനാണെന്നുണ്ടെങ്കിൽ അവൻ ഇച്ചിരി ഭക്ഷണം കഴിക്കാണ്ട് 100-110 പോകലാവും. എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനെ സംബന്ധിച്ച് ആണായല്ല പെണ്ണായാലല്ല, അവനെ സംബന്ധിച്ച് അവന് വരുമാനം കിട്ടാനുള്ള മാർഗം നല്ല തൈ നോക്കുക, തൈയുടെ ഇല നോക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവൻ അത് വണ്ടിക്കും. അതായത് മറ്റേത് 60 ഇഞ്ചാകുമ്പോൾ ഇത് 100 ഇഞ്ച് വണ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആ ഒരു കൃഷിക്കാർക്ക് വേണ്ടി തന്നെ ഞാൻ ചെയ്തതാണ്. അല്ലാതെ ഇപ്പൊ ആണായാലും പെണ്ണായാലും നമുക്ക് ഒരു വിഷയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.